നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചാണ്. നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പഞ്ചഭൂതമയമായ പ്രകൃതി നമുക്കെന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനും പുറമെ മനുഷ്യൻ ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഏതൊരു വസ്തുവും പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുന്നവർക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ആരോഗ്യവും ലഭിക്കുകയുള്ളൂ. അതാണ് വാസ്തുശാസ്ത്രം നമുക്ക് കാട്ടിത്തരുന്നത്. ഇന്നധികവും ആളുകൾ ഗൃഹനിർമ്മാണത്തിനായി മാത്രമാണ് വാസ്തുശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തുന്നത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് ഗൃഹങ്ങൾ നിർമ്മിക്കുന്നത് പണക്കാരനോ പ്രധാനമന്ത്രിയോ ആകാനല്ല, നിത്യജീവിതത്തിൽ അന്നുള്ള ആവശ്യങ്ങൾക്കായി അലയാതെ, പ്രശ്നങ്ങളിൽ ചെന്ന് വലയാതെ സ്വസ്ഥമായി ജീവിക്കുക. അതാണ് വാസ്തുശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നത്. ചിലരൊക്കെ ഗൃഹനിർമ്മാണ ആരംഭഘട്ടത്തിൽ പറയും, എനിക്ക് വാസ്തു നോക്കണ്ട. അങ്ങനെ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് അതിൽ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നിർമ്മാണത്തിൽ വന്ന പാകപ്പിഴകൾ അതിൽ വസിക്കുന്നവർക്ക് ഒന്നൊന്നായി ദോഷഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ഒരു വാസ്തു വിദഗ്ധൻ്റെ സേവനം തേടുന്നത്. ആ സമയത്ത് നിർമ്മാണത്തിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ തിരുത്തുവാൻ വേണ്ടതായ സാമ്പത്തികവും മാനസികവുമായ അവസ്ഥയും മോശപ്പെട്ടു കഴിഞ്ഞേക്കാം. അപ്പോൾ പിന്നെ അവർ ശാസ്ത്രത്തെ പഴിക്കുന്നതായി കാണാം. ഇത് ജനത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള ശാസ്ത്രമാണ് എന്നായിരിക്കും പറയുന്നത്. തുടക്കം മുതൽ ശാസ്ത്രത്തെ അനുസരിച്ചാൽ ഈ ബുദ്ധിമുട്ടുകളെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഭാരതീയ ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയ വാസ്തുശാസ്ത്രം എന്താണെന്ന് എല്ലാവരും അറിയുക. സ്വയം തിരുത്താനും മറ്റുള്ളവരെ തിരുത്തുവാനും ഇത് ഉപകരിക്കട്ടെ. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആവശ്യം വേണ്ടുന്ന വിഷയങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പഠിക്കാം. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഗ്രൂപ്പിലേക്ക് വരിക. അല്ലാതെയുള്ളവർ വാട്സപ്പ് വഴിയും ബന്ധപ്പെടാം. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കട്ടെ. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.